സാറേ, നാം കുറച്ച് നാളുകളായി കേൾക്കാത്തൊരു വാക്കാണ് സിൽവർ ലൈൻ. ഇപ്പോൾ അത് വീണ്ടും ചർച്ചയായിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയാണ് ആ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം സിൽവർ ലൈനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും സിൽവർ ലൈൻ ട്രാക്കിലായോ? സിൽവർ ലൈൻ ട്രാക്കിലായെന്ന് സമ്പൂർണ്ണമായി പറയാൻ കഴിയത്തില്ല. അപ്പോൾ ട്രാക്കിലാവുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് മറ്റു ചില കാര്യങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒന്ന്, സിൽവർ ലൈനിനെ കുറിച്ച് വലിയ ആശങ്ക ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരും പൊതുസമൂഹവും പ്രതിപക്ഷ പാർട്ടികളും, ഒരു പാർട്ടിയല്ലത്, BJP, കോൺഗ്രസ്, എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ കേരളിൻ്റെ സിൽവർ ലൈൻ വന്നത്. ഒരുപാട് ആശങ്കകളാണ് എന്ന് പറഞ്ഞു. പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ ആശങ്കകൾ പറഞ്ഞു, പ്രവർത്തകർ ആശങ്കകൾ പറഞ്ഞു, പൊതുസമൂഹം ഒരുപാട് ആശങ്കകൾ പറഞ്ഞു. വ്യാപകമായി സമരവും നടന്നു, വളരെ വ്യാപകമായി സമരം നടന്നു. കുറ്റി പറിച്ചെറിയുക, മഞ്ഞക്കുറ്റി എടുത്തെറിയുക, വലിയ പ്രതിഷേധം കേരളത്തിലുണ്ടായി. അപ്പോൾ അത്രയും പ്രതിഷേധം നടന്ന് ആശങ്കകൾ ഉണ്ടായൊരു പദ്ധതി വീണ്ടും ചർച്ചകൾ നടത്തുമ്പോൾ അത് ഇന്ത്യൻ റെയിൽവേയും കേരള കമ്പനി മാത്രമായിട്ടൊരു ചർച്ചയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. റെയിൽവേയുടെ സ്ഥലം വിട്ടു കൊടുക്കുക, രണ്ട് റെയിൽവേയുടെ ലൈനിൽ, ഈ ലൈനിൽ സിൽവർ ലൈനിൽ റെയിൽവേയുടെ ട്രെയിനുകൾ, ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകൾ ഓടിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളായിരുന്നു ഇന്ത്യൻ റെയിൽവേ പറഞ്ഞ തടസ്സങ്ങൾ. ആ സിൽവർ ലൈൻ വന്നാൽ ഞങ്ങളുടെ ട്രെയിൻ കൂടി വന്ദേ ഭാരത് പോലുള്ള, ബുള്ളറ്റ് ട്രെയിൻ പോലുള്ള പിന്നെ വരാൻ പോകുന്ന ട്രെയിനുകൾ കൂടി അതിനകത്ത് ഓടിക്കണം, ഞങ്ങളുടെ സ്ഥലം തന്നാൽ എന്നൊക്കെ ഉള്ളതായിരുന്നു റെയിൽവേയുടെ പരാതി. പിന്നെ സ്പീഡിനെ സംബന്ധിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ റെയിൽവേ, ആ പരാതികൾ പരിഹരിച്ചാൽ ഞങ്ങൾ സമ്മതിക്കാമെന്നാണ് ആര് പറയുന്നത്? റെയിൽവേക്കാർ പറയുന്നത്. അശ്വനി വൈഷ്ണവും പറഞ്ഞ അതാണ്, റെയിൽവേ മന്ത്രി. പക്ഷെ അപ്പോൾ പ്രശ്നം എന്താണ്? ഇവിടെ ഇപ്പോൾ ചർച്ച നടക്കണം. ഒരു കോംപ്രമൈസ് ചെയ്തെങ്കിലും വിട്ടുപോയി ചെയ്തെങ്കിലും ഇത് കൊണ്ടുവരിക എന്നുള്ള ലൈനിലാണിപ്പോൾ സർക്കാർ നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. സിൽവർ ലൈൻ വരുമോ എന്ന് ചോദിച്ചാൽ, സിൽവർ ലൈൻ ഇന്നിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കിയിരിക്കുന്ന DPRൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് ആശങ്കകളുണ്ട്. ഈ ആശങ്കകൾ ആര് മാറ്റും? അത് രണ്ട് ഏജൻസികൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് മാറുന്ന ആശങ്കയല്ല. അതിന് പൊതുസമൂഹമാകെ തിരിഞ്ഞു നിൽക്കുകയാണ് വലിയൊരു തോതിൽ, അല്ലെങ്കിൽ ഒരു വിഭാഗം തിരിഞ്ഞു നിൽക്കണം, അങ്ങനെ തന്നെ പറയാം. മൊത്തം ആളുകളും തിരിഞ്ഞു നിന്നില്ലെങ്കിലും ഒരു വിഭാഗം ശക്തമായി തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് ഇത് വരുമെന്ന് ഭരണകക്ഷി പറയുന്നു. വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, നമുക്ക് പരിക്കില്ലാതെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയെന്ന് ഇന്ത്യൻ റെയിൽവേ ആലോചിക്കുന്നു. അവർക്ക് പരിക്കില്ലാതെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോഴും ഭരിക്കുന്ന പാർട്ടിയുടെ BJPയുടെ സംസ്ഥാന നേതാക്കളടക്കം മുരളീധരൻ, കേന്ദ്രമന്ത്രി മുരളീധരനൊക്കെ വലിയ സമരം, ഇതിൻ്റെ ബഹളം ഉണ്ടാക്കിയ ആളാണ്. കഴക്കൂട്ടത്തൊക്കെ പോയി വലിയ ബഹളം ഉണ്ടാക്കിയ ആളാണ്. K. സുരേന്ദ്രനും മുരളീധരനും അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇത് ഒരു കാരണവശാലും വരില്ല എന്നാണ് പറയുന്നത്. പ്രതിപക്ഷവും നല്ല സമരം ചെയ്തായിരുന്നു, കുറേ സമരം ചെയ്തായിരുന്നു. ആ പ്രതിപക്ഷ നേതാവൊക്കെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകൾ വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് സിൽവർ ലൈൻ വരുമോ ഇല്ല എന്നുള്ള ചർച്ചയ്ക്കപ്പുറം അത് വരികയാണെങ്കിൽ ഈ പറയുന്ന ആശങ്കകൾ ആരാ പരിഹരിക്കുക? ഈ പറയുന്ന ആശങ്കകൾ പരിഹരിക്കാതെ അത് വന്നാൽ തീർച്ചയായിട്ടും അത് വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും. ഈ ആശങ്കകൾ പരിഹരിക്കാവുന്നതല്ല പലതും, അതാണ് പ്രശ്നം. ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം നിൽക്കുന്ന ആശങ്കകൾ പലതും പരിഹരിക്കാവുന്നതല്ല. ഈ ആശങ്കയെക്കുറിച്ച് പറയുമ്പോഴും പാർട്ടി നേതാക്കൾ അവർക്ക് അനുകൂലമായി വളരെ വേഗത്തിൽ നമുക്ക് എത്താമെന്ന രീതിയിൽ പ്രസ്താവന. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിനകത്തൊരു ബിസിനസ് ഇതും കൂടെ ഉണ്ട്. അതും കൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അത് ജനങ്ങളെ ബോധവൽക്കരിക്കുമ്പോൾ ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. സാറേനെ അത് കേട്ടിട്ടുണ്ട്, ഈ നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെ അപ്പം വെക്കുന്ന കഥ. പാലക്കാട് നിന്ന് 1 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് അപ്പം വിറ്റിട്ട് തിരിച്ചു പോകാമെന്നൊക്കെ പറയുന്ന കഥകൾ, അതൊക്കെ ഒരുപാട് അദ്ദേഹം ട്രോളായിട്ട് വാങ്ങിയ ഒരു സംവിധാനമാണ്. അപ്പം ഞാൻ ഒരു കമൻ്റ് ആയിരുന്നു അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞത്, ഈ പ്രോജക്റ്റിൽ മറ്റ് താല്പര്യങ്ങളും കൂടെ ഉണ്ട്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് അല്ല, അതും കൂടെ മനസ്സിലാക്കിയിരിക്കണം. കേരള ഗവൺമെൻറ് ഇത് PPP മോഡലിലാണ് ചെയ്യാൻ പോകുന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഉണ്ടായിരിക്കും ഇതിനകത്ത്. അതുപോലെ തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. 2 പ്രോജക്റ്റാണ്. ഒന്ന് കേരളയിൽ സ്പീഡിലെത്താനുള്ളൊരു റെയിൽവേ ലൈൻ, സിൽവർ ലൈൻ. ഇത് പോകുന്ന വഴികളിലൊക്കെ കോറിഡോറുമായിട്ട് ബന്ധപ്പെടുത്തി സ്പെഷ്യൽ എക്കണോമിക് സോണുകളായി തിരിക്കും. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ഒരു ബിസിനസ് പ്രോജക്റ്റ് കൂടെ ഉണ്ട് ഇതിനകത്ത്. അതിപ്പോൾ ആരും എന്ത് ചെയ്യുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. കേരള സമൂഹം അത് ചർച്ച ചെയ്യുന്നില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. ആ ഒരു പ്രൊജക്റ്റും ഉണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റുകളൊക്കെ പ്രൈവറ്റിലാണോ പബ്ലിക്കിലാണോ PPP ആണോ, എന്ത് മോഡലാണ്, ആരാണ് പണം മുടക്കുന്നത്? ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം തന്നെ നമുക്ക് നഷ്ടത്തിലാണ് കൊടുക്കുന്നത്. PPP എന്നൊക്കെ പറഞ്ഞ ലാഭം നെടുമ്പാശ്ശേരി മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. ബാക്കി കണ്ണൂർ വിമാനത്താവളം വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ തരത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് PPP എന്നൊക്കെ പറഞ്ഞ് വിജയിപ്പിക്കുന്നത് എങ്ങനെ? ഒന്ന്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇതിനെ സംബന്ധിച്ച് മണ്ണ്, കല്ല്, പാറ, പിന്നെ ഇതിൻ്റെ ലൈൻ പോകുന്ന വഴികൾ, നികത്തുന്ന പാടങ്ങൾ, തണ്ണീർത്തടങ്ങൾ, ഇങ്ങനെ
പിന്നെ കേരളം രണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ ആശങ്കയാണ് നടക്കുന്നത്. കൺസേൺ ആണ്. ആശങ്ക എന്ന് ഞാൻ പറഞ്ഞത് കൺസേണുകളാണ് ആളുകളുടെ. അത് വെറുതെ പറയുന്നവരെ കൺസേൺ അല്ല. സാധാരണ സ്ഥലം പോകും എന്ന് പറയുന്ന ആളുകളുടെ മാത്രം കൺസേൺ അല്ല. ടെക്നിക്കൽ എക്സ്പെർട്ടായിട്ടുള്ള EM ശ്രീധരൻ അടക്കമുള്ള ശ്രീധരൻ സാറുണ്ടല്ലോ, മെട്രോമാൻ അടക്കമുള്ളവരുടെ ആശങ്കയുണ്ട്. അതാണ് അങ്ങനെയുള്ള വളരെ പ്രമുഖരായ ശാസ്ത്ര സമൂഹത്തിൻ്റെ, സാങ്കേതിക വിദഗ്ധരുടെ, പരിസ്ഥിതി പ്രവർത്തകരുടെ, ആക്ടിവിസ്റ്റുകളുടെ, പൊതുജനങ്ങളുടെ, എല്ലാവരുടെയും, രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്രയും ആശങ്കയുള്ളൊരു പദ്ധതിയാണ്. അതോടൊപ്പം നാം ഇങ്ങനെ എതിർക്കുമ്പോഴും കഴിഞ്ഞ തവണ ഇവിടെ റെയിൽവേ മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കുറച്ച് ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്, ആ ആശങ്കകൾ പരിഹരിച്ചാൽ നിങ്ങൾക്ക് അനുവാദം തരാമെന്ന രീതിയിലാണല്ലോ അദ്ദേഹം പറയുന്നത്. അതിനകത്തൊരു കാര്യം അറിയാമോ, അവിടെ ഈ പറയുന്ന പോലെ ഇവിടെ ഇവർക്ക് താല്പര്യമുള്ള ആളുകൾ വരുന്ന പോലെ ഈ താല്പര്യമുള്ള ആളുകൾ അവിടെയൊക്കെ പോയി സ്വാധീനിക്കുമായിരിക്കാം. അങ്ങനെ ഉണ്ടല്ലോ. ഇത് പ്രൈവറ്റിലും പബ്ലിക് പാർട്ണർഷിപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഈ പരിപാടി പ്രോജക്റ്റ് വരണമെന്ന് താല്പര്യമുള്ളവർ അവിടെയും പോയി ഞങ്ങൾക്ക് ഈ പദ്ധതി തരണമെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ശരി, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടെ ഗുണമുള്ള, റെയിൽവേക്ക് കൂടെ ഗുണമുള്ള ഒരു പദ്ധതിയാണെങ്കിൽ അനുവദിക്കാം. അദ്ദേഹം മിനിമമായിട്ടാണ് നോക്കുന്നത്. ഇവരെല്ലാവരുടെ പ്രശ്നം എന്താണ്? ഇന്ത്യൻ റെയിൽവേ മന്ത്രി നോക്കുന്നത് എന്തായിരിക്കും? റെയിൽവേക്ക് കൂടി ഗുണമുള്ളൊരു പദ്ധതിയാണെങ്കിൽ അത് കയറിപ്പോട്ടെ എന്ന് ചിന്തിക്കും. ഇവിടെ ഉള്ളവർ നോക്കുന്നത് എന്താണ്? റെയിൽവേക്ക് കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് ഗുണമുള്ളതാണെങ്കിൽ ഇതൊരു എന്താ പറയുക, ഞാൻ നിങ്ങളെ ചൊറിയാ നിങ്ങൾ എന്നെ ചൊറിയാ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അതും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് മാറ്റി വെക്കണമെന്ന് ഞാൻ പറയും. കേന്ദ്ര ഗവൺമെൻറ്റും അത് മാറ്റി വെക്കണം, സംസ്ഥാന ഗവൺമെൻറ് മാറ്റി വെക്കണം. ഈ പറയുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ എയറിൽ നിൽപ്പുണ്ട്. സിൽവർ ലൈനിന് എതിരായിട്ട്, അനുകൂലത്തെക്കാൾ കൂടുതൽ എതിരാണ് നിൽക്കുന്നത്. ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ? ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ ഈ പ്രശ്നങ്ങൾ? അതാണ് പ്രധാനം. ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ഒരു കാര്യം. പക്ഷേ അഡ്രസ്സ് ചെയ്യുമ്പോൾ എന്ത് മാറേണ്ടി വരും? DPR തന്നെ മാറേണ്ടി വരും, ഡിസൈൻ തന്നെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? വ്യക്തിപരമായ അഭിപ്രായം, നമുക്ക് ഇങ്ങനത്തെ വൻകിട പ്രോജക്റ്റുകളൊക്കെ നടത്തി നമ്മൾ എന്തിലേക്ക് പോവുകയാണ്? നഷ്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ചൈനയിലൊക്കെ പോയി, കഴിഞ്ഞ ഒരു വീഡിയോ, ഞാൻ ചൈനയിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. മലയുടെ വളരെ ഹൈറ്റുള്ള മലയാണ്, ആ ഹില്ലാണ്. ഹില്ലിൻ്റെ മണ്ടയിലേക്ക് അവർ യാത്രാ സംവിധാനമൊക്കെ ചെയ്യും. ആളുകൾക്ക് പോയി താമസിക്കാനല്ല, ടൂറിസം, ഹിൽ ടൂറിസം. പിന്നെ സിംഗപ്പൂർ മലേഷ്യ ചെല്ലുമ്പോൾ ഒരു ഹിൽ ടോപ്പിൻ്റെ മുകളിലാണ് അവർ ആത്യന്താധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഹോട്ടൽ സംവിധാനവും എല്ലാ സംവിധാനവും. പക്ഷേ അത് നമുക്ക് നടന്നു പോകാൻ പറ്റത്തില്ല, ആളുകൾക്ക് വണ്ടിയിലും പോകാൻ പറ്റത്തില്ല, റോപ്പ് വേയിലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എയർ കാറിലേ പോകാൻ പറ്റത്തുള്ളൂ, മറ്റേ ആകാശത്തൂടെയുള്ള കാർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. കടലിൻ്റെ അകത്തുകൂടി പോയി എന്ത് ചെയ്യുന്നു? പിന്നെ റോഡല്ല, ഈ ഗതാഗത പാത നിർമ്മിക്കുന്നു. കടലിൻ്റെ അടിയിൽ ഹോട്ടലുണ്ട്. ഇതൊക്കെ ഈ ലോകത്തുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുന്ന ആമ്പിള്ളേരാണ്. ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ ഒരു റോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നല്ലതായിട്ട് ചെയ്യാൻ പറ്റില്ല. മലയാളി ചെയ്ത് നല്ലൊരു പ്രോജക്റ്റ് പറഞ്ഞ്, ഇടുക്കി പ്രോജക്റ്റ് ചെയ്താരാ? ആമ്പിള്ളേരാ, വേറെ രാജ്യക്കാരാ വന്ന് ചെയ്തേ ഇടുക്കി പ്രോജക്റ്റ്. ഇപ്പം ഈ പണിയുന്ന റോഡൊക്കെ ആരാ പണിയുന്നത്? കൂടുതലും വേറെ ടാറ്റ കമ്പനി പോലുള്ള വെളിയിൽ. എന്നിട്ട് പോലും ഇവിടെ എത്ര റോഡാണ് നിൽക്കാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് നല്ല റോഡ് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കേരളയിൽ ഞാൻ കാണുന്ന ഒരു അപകടം അതാണ്. പക്ഷേ നമ്മൾ പിണറായി വിജയൻ പറഞ്ഞ യൂറോപ്യൻ നിലവാരത്തിലുള്ള റോഡാണ്. അതാ ഞാൻ പറഞ്ഞത്. അതിപ്പോൾ പറയാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാം. ഏതോ ഒരു റോഡ് കണ്ടിട്ട് യൂറോപ്യൻ നിലവാരം എന്നൊക്കെ പറഞ്ഞാൽ ആ തമിഴ്നാട്ടിൽ മധുരയിലോട്ടൊന്ന് പോയി നോക്കണം, ബാംഗ്ലൂരിലോട്ട് പോയി നോക്കണം, മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കണം. ഇതിവിടെ മാത്രമേ കിടന്ന് കറങ്ങണമുണ്ടായിരിക്കും, പിന്നെ യൂറോപ്പിൽ പോകണമുണ്ടായിരിക്കും, മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കണം. നമ്മൾ ഇവിടെ നിന്ന് മധുരയിലൊക്കെ പോകുമ്പോഴുള്ള റോഡ്, ആ തിരുനെൽവേലിയൊക്കെ കഴിഞ്ഞിട്ട് എന്തൊരു സംവിധാനമാണ്, നമുക്ക് എന്ത് മനോഹരമായിട്ടാണ് ഡ്രൈവ് ചെയ്തൊക്കെ പോകാൻ പറ്റുന്നത്. കേരളത്തിൽ എവിടെയാണ് ഇത് ഡ്രൈവ് ചെയ്യാൻ പോയി പറ്റുന്നത്? നിങ്ങൾ ഒരു റോഡ് പറഞ്ഞ് NH ഇപ്പോൾ പണി നടന്നു, ആകെ നാശക്കോട്ട. MC എന്താണ് നമ്മളെ റോഡിൻ്റെ പശ്ചാത്തലം? മണ്ണന്തല വരെ, തിരുവനന്തപുരത്ത് നിന്ന് MC എടുത്താൽ മണ്ണന്തല, കേശവാസരം മുതൽ കുറച്ച് അങ്ങോട്ടൊന്ന് മണ്ണന്തല കുറച്ച് ഭാഗം വീതി കൂട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും സോഡാക്കുപ്പി പോലെ കയറണം. വീണ്ടും തക്കാട് ചെല്ലുമ്പോൾ, പെരപ്പംകോടിനടുത്ത് തക്കാട് ചെല്ലുമ്പോൾ വീണ്ടും ശകലം വീതി കൂടും. പിന്നെ കൊട്ടാരക്കര ഏകദേശം അടൂർ പന്തളം വരെ കുറച്ച് വീതി. എന്താ ഇതൊക്കെ? നമുക്ക് ഇങ്ങനത്തെ നല്ല റോഡ് ഉണ്ടാക്കാൻ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ പിണറായി വിജയൻ ആത്മവിശ്വാസത്തിലാണല്ലോ. ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ. അത് ഈ പറഞ്ഞ ആൾക്കുള്ളൊരു പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം ഭരണാധികാരിക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. അത് നമ്മൾ കുറച്ച് കാണണ്ട. അദ്ദേഹം കൊണ്ടുവന്ന് അവരുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പ്രൊജക്റ്റിനെ കുറിച്ച് ആത്മവിശ്വാസം നല്ലതാണ്, അതൊക്കെ നല്ലതാണ്. പക്ഷെ എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ, എന്നോട് 2 ചോദ്യം ചോദിച്ചു. ഒരു വ്യക്തിപരമായ ഒരു സോഷ്യൽ കൺസേണിൽ ചോദിച്ചപ്പോഴാണ് ആദ്യം പറഞ്ഞ ഭാഗം. വ്യക്തിപരമായി ചോദിക്കുമ്പോൾ എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇത് ഇങ്ങനത്തെ വൻകിട പ്രോജക്റ്റുകളും നടത്തി നമുക്ക് എന്തില്ല, ഒരു പ്രൊഫഷണലിസം നമുക്കില്ല. ഒരു പദ്ധതി പറയൂ നിങ്ങൾ കേരളത്തിൽ,
ഒരു പദ്ധതി പറഞ്ഞാൽ ശ്രീജിത്ത്, നമ്മളിപ്പോൾ ഒരു ആങ്കറായിട്ടല്ല താങ്കൾ, നമ്മളൊരു ആങ്കർ അല്ലല്ലോ, ഒരു ഡിസ്കഷനിലാണ് ഇരിക്കുന്നത്. ഞാൻ ആങ്കറായിട്ടല്ലെന്നാണ് പറയും. ഒരു പോയിന്റ് പറഞ്ഞേ സാർ, നമുക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് പറഞ്ഞേ. ഒരു കടൽ തീരം ശുചിയായിട്ട് സൂക്ഷിക്കാൻ നമുക്കറിയത്തില്ല. കോവളം തൊട്ട് നിങ്ങൾ 560 കിലോമീറ്ററുള്ള കാസർഗോഡ് വരെ കടൽ തീരം എടുത്തോളൂ. അത് ഞങ്ങൾ ജനങ്ങളുടെയും പ്രശ്നമാണല്ലോ. ജനങ്ങളുടെ പ്രശ്നമാണെങ്കിൽ അത് മാറ്റാനല്ലേ ഭരണാധികാരി, ഭരണകൂടം. ജനങ്ങൾ പ്രശ്നമാണെന്ന് വെച്ചാൽ ലോകത്ത് എവിടെയെങ്കിലും ജനങ്ങൾ നന്നായി വന്ന് രാജ്യം നന്നായിട്ടുണ്ടോ എന്ന് പറഞ്ഞേ. അങ്ങനെ ഒരു രാജ്യം പറഞ്ഞ് ഞങ്ങളെല്ലാം നന്നായിരിക്കുന്നു മുതൽ. അങ്ങനല്ല. അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, അതിനുള്ള നിയമം കൊടുക്കുക, ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക. ഇപ്പം ഇന്നലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇന്ത്യക്ക് കേരളത്തിൽ 57 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 70 വർഷം കഴിയുന്നു. ഇപ്പോഴാണ് പഞ്ചായത്ത് സംവിധാനവും, ഇന്നലെ കെ ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മന്ത്രിയും പഞ്ചായത്ത് മന്ത്രി രാജേഷും കൂടെ ഇരുന്ന് MP രാജേഷിൻ്റെ ഒരു തീരുമാനം എടുത്തെന്ന്. കുറേ KSRTC സ്റ്റേഷനുകളിൽ എന്ത് കൊണ്ടുവരാൻ? ശുചിമുറികൾ കൊണ്ടുവരാൻ. വർഷം എത്രയായി ഇപ്പോൾ? നിങ്ങൾ നല്ലൊരു ശുചിമുറി പറയൂ. വിമാനത്താവളത്തിൽ പോയി നോക്കൂ, എന്ത് മനോഹരമായിട്ടുള്ള ശുചിമുറിയാണ്. തമ്പാനൂർ KSRTC സ്റ്റാൻഡിൽ നമ്മുടെ സബ്ജക്റ്റ് മാറിപ്പോവുകയാണ്. അതും പക്ഷേ ഗതാഗതം തന്നെയാണ്. പോയി നോക്കൂ, ശുചിമുറി നോക്കൂ, കേരളത്തിലാകെ ഒന്ന് സഞ്ചരിച്ച് നോക്കൂ, എന്താ സംഭവിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള പ്രൊഫഷണലിസം നടത്തിക്കൊണ്ട് പോകാൻ അറിയാത്തൊരു സമൂഹത്തിലാണ് ഇത്രയും കോടി രൂപയുടെ വളരെ പ്രൊഫഷണലായിട്ടൊരു സാധനം വരുമെന്നാണ്. അതിൻ്റെ നടത്തിപ്പിലും അതിൻ്റെ അഴിമതിയിലൊക്കെയാണ് എൻ്റെ ഒരു കൺസേൺ. തീർച്ചയായിട്ടും അത് നമ്മൾ നടത്തിക്കുളമാക്കും. മലയാളി ഒരു പ്രൊജക്റ്റ് പറയൂ, നിങ്ങൾ ഒരു വ്യവസായ സ്ഥാപനം പറയൂ, ഉള്ളതെല്ലാം പൂട്ടിപ്പോണു. മനോഹരമായ റോഡ് പറയൂ, കവടിയാർ ഒഴിച്ചിട്ട്. നമുക്ക് സമാധാനത്തിൽ സഞ്ചരിച്ച് മനോഹരമായി ഒന്ന് കാഴ്ച കണ്ടു പോകാൻ പറ്റുന്ന ഒരു റോഡ് പറയൂ. ഞാൻ എൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് നിർത്തിയാൽ ഈ പണി മതിയാകും, ചാനലിൽ പോകുന്ന പണി. കേരളത്തിൽ നമ്മൾ ധാരാളം യാത്ര ചെയ്യുന്നതാണ്. ഒരു പുഴ പറയൂ മലിനമല്ലാത്ത. നിങ്ങൾ 44 നദി എടുത്തിട്ട് ഒരു പുഴ പറയൂ. വെള്ളായണ കായൽ മുതൽ പൂക്കോട്ട് കായൽ വരെയുള്ള വയനാട് പൂക്കോട് കായൽ ഒരു കായൽ പറയൂ കയ്യേറിയിട്ടില്ലാത്ത, നശിപ്പിച്ചാത്തൊരു കായൽ പറയൂ, മലിനപ്പെടുത്താത്തൊരു കായൽ പറയൂ, മലിനപ്പെടുത്താത്തൊരു നദി പറയൂ. നമ്മൾ ഒരുപാട് കാര്യത്തിൽ മുന്നിലാണ്. പക്ഷേ ഇത്തരം അടിസ്ഥാന കാര്യങ്ങളിൽ വളരെ പ്രാകൃതരാണ് നമ്മൾ. വളരെ മോശമാണ് നമ്മുടെ നടത്തിപ്പ്. അതുകൊണ്ട് പ്രോജക്റ്റ് നടത്തിപ്പ് എങ്ങനെ വരുമെന്നുള്ളതും കേരളയിൽ എൻ്റെ ഒരു വലിയ ആശങ്കയാണ്. അതൊരു വശത്ത് വന്നാലുള്ള കാര്യമാണ്. വരുന്നുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വരാതിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞെല്ലാം. കാരണം ഈ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളുണ്ട്, ഇത്രയും പണം കടമെടുത്ത് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം ലാഭമായി പോകുമെന്നുള്ള. അപ്പം എക്കണോമിക്കലി വയബിൾ ആണോ ഒരു സംശയം. അങ്ങനെ നമുക്ക് പറയാം. എക്കണോമിക്കലി വയബിൾ ആണോ, എൻവയോൺമെൻ്റലി വയബിൾ ആണോ, ഫ്രണ്ട്ലി ആണോ, രണ്ടും വേണമല്ലോ. കേരളത്തെ നശിപ്പിച്ചുകൊണ്ടൊരു കേരളത്തിൽ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഇപ്പോഴും എവിടെ നിൽക്കുന്നു? എയറിൽ തന്നെ നിൽക്കുമ്പോഴാണ് ഒരു ഇന്ത്യൻ റെയിൽവേയും ഒരു കേരള സർക്കാരും കേരള MDയും കൂടെ ഇരുന്ന് ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നു. ആ ചർച്ചയിലൂടെ മാത്രമേ ഇത് തീരില്ല. ഇത് വ്യാപകമായ ജനങ്ങൾക്കുണ്ടായ ആശങ്കയും പൊതുസമൂഹത്തിനുള്ള ആശങ്കയും പരിഹരിക്കാനുള്ള എങ്ങനെയാണ് അങ്ങനെ പരിഹരിച്ച് അത്തരത്തിലുള്ള DPR വരെ അത്തരത്തിലുള്ള ഡിസൈനൊക്കെ വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. അല്ല, ഇപ്പം ഇത് വെച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ വീണ്ടും കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. ഞാൻ വരൂല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല, അത് ഗവൺമെൻറ് നയമാണ്. പക്ഷേ വരികയാണെങ്കിലും വന്നില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ കൺസേണുകളെല്ലാം ഉണ്ട്. അത് ചർച്ച ചെയ്ത് തന്നെ പോകണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.